ഇനി നേരെ നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. ഈ പറയുന്നത് പോലെ തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വിമത സ്ഥാനാർത്ഥികളാണ്. ഒപ്പം തന്നെ മുന്നണിയിലെ പടലപ്പിണക്കങ്ങളും അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഇവിടെ ആദികടലായി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി റിജിൽ മാക്കുറ്റിക്ക് ശക്തമായ ഭീഷണി ഉയർത്തി ലീഗ് വിമത സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് സജീവമാണ്. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് C. മുഹമ്മദ് അലിയാണ് UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിൽ രംഗത്ത് വരുന്നത്. ഇത്തവണ ലീഗ് പ്രവർത്തകർ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത് പറയുകയാണ്. കെട്ടിയിറക്കിയ റിജിൽ മാക്കുറ്റി അംഗീകരിക്കില്ല എന്നും C. മുഹമ്മദ് അലി കൈരളി ന്യൂസിനോട് പറയുന്നുണ്ട്. നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് മുന്നണി മര്യാദ പോലും UDF പാലിക്കുന്നില്ല എന്നുള്ളത്. അതിന്റെ ഉദാഹരണം തന്നെയാണ് C. മുഹമ്മദ് അലി. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? കൈരളിയോട് കേൾക്കാം. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവ് ഇവിടുത്തെ പ്രദേശവാസി കൂടിയായ V. മുഹമ്മദ് അലിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നിലവിൽ ഈ വാർഡ് UDF-ൽ റിജിൽ മാക്കുറ്റിക്ക് യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ KPCC അംഗം കൂടിയായ റിജിൽ മാക്കുറ്റിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവായ മുഹമ്മദ് അലി കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശവാസി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വോട്ടർമാരെ കാണുന്നത്. എന്താണ് ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ള കാരണം? മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ള കാരണം ഇവിടെ നിരന്തരമായിട്ട് കൈപ്പത്തി തന്നെ വോട്ട് ചെയ്യണമെന്നുള്ളത് ഇക്കാരായിട്ടുള്ള മറുപടി അതിൽ പ്രതിഷേധിച്ച് തന്നെയാണ് നമ്മൾ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ റിജിൽ മാക്കുറ്റി ഇവിടെ നാട്ടുകാരനല്ലേ, പുറത്തുനിന്ന് ഇങ്ങോട്ട് തീർച്ചയായിട്ടും അതെ 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 പുറത്തുനിന്ന് വന്ന ആൾ തന്നെയാണ്. ഇറക്കുമതി ചെയ്ത് മാത്രമൊന്നുമല്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലേക്ക് ഇങ്ങോട്ട് വന്ന ആളും കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ പരിഗണിച്ചില്ലേ? എന്താണ് സംഭവം? ഇല്ല, അത് ഒരിക്കലും പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ധിക്കാരായിട്ടുള്ള ഒരു മറുപടിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഏത് രീതിയിലാണ് ഇടപെട്ടത്? ജില്ലാ നേതൃത്വമായിട്ട് ഞങ്ങൾ 38 ഡിവിഷൻ ആദികടലായി നമ്മൾ നിരന്തരം നമ്മളെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെടുകയും, കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമൊന്നുമല്ല, ഒരു 10-20 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു സീറ്റാണ്. പാർലമെൻറ്റിലായിക്കോട്ടെ, അസംബ്ലിയിലായിക്കോട്ടെ, പഞ്ചായത്തിലായിക്കോട്ടെ, കോർപ്പറേഷനിലായിക്കോട്ടെ, എന്നും കൈപ്പത്തിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നുള്ള ഒരു ധിക്കാര മനോഭാവമാണ് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ പ്രതിഷേധിച്ച് തന്നെയാണ് ഇന്നുവരെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുള്ള എനിക്ക് ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് വേഷം കെട്ടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരുടെ വികാരമാണ്. കേവലം എനിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും ഇത് യാദർശികമായി ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വന്നതാണ്. പ്രദേശത്തെ ലീഗ് പ്രവർത്തകരുടെ വികാരമാണ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെയും, അതേപോലെ തന്നെ മുസ്ലിം ലീഗ് അല്ലാത്ത മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളായിട്ടുള്ള പ്രവർത്തകന്മാരുടെ വികാരമാണ്. കാരണം ഞങ്ങൾ ഇതേപോലെ തന്നെയാണ് ഒരു പ്രാവശ്യം ഇവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ പ്രിയപ്പെട്ട നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള കാത്തിം സാഹിബിനെ നമ്മളിവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ ശാഖൻ്റെ പ്രസിഡൻറ്റും കൂടിയായിരുന്നു കാത്തിം സാഹിബ്. അദ്ദേഹത്തെ നമ്മൾ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ഇതേമാതിരി നിരന്തരം സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് സീറ്റ് നിഷേധിക്കുന്ന ഒരവസരത്തിൽ അദ്ദേഹത്തിന് നമ്മളിവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാക്കി. വെറും കയ്യിൽ എണ്ണുന്ന വിരലിലാണ് ആ സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതേ അവസരത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷി 4ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അത് ഇനി ആരും ഇവിടെ പ്രചരണത്തിന് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യേണ്ടത്. ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്. ഇനി ആരും ഇവിടെ വന്ന് ഇതായി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ സ്പന്ദനം അറിയുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ. അപ്പോൾ ഈ പാർട്ടി ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ്? തീർച്ചയായിട്ടും പാർട്ടി നടപടിയെടുക്കും എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ പാർട്ടി നടപടി എനിക്കും എൻ്റെ സ്നേഹിതന് സാജിക്കും എതിരായിട്ടാണ് നടപടി. ഇവിടെ നൂറുകണക്കിന് പാർട്ടി അനുഭാവികളുണ്ട്. അവരെ വികാരം കൂടിയിട്ട് കണക്കിലെടുത്തതുകൊണ്ട് ഞങ്ങൾ അത് സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെയാണ് സ്ഥാനാർത്ഥി ജയിക്കുമോ നിങ്ങൾ പ്രതീക്ഷ? തീർച്ചയായും 100% വിജയ സാധ്യത തന്നെയുള്ളത്. നമ്മളിപ്പോൾ വീട് കയറി തന്നെ നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത്. റിജുൽ മാക്കുറ്റി എന്ന് പറയുന്ന കക്ഷി ഈ നാട്ടുകാരനല്ല,
ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ നമ്മളെ ആധാർ കാർഡ് തിരുത്തലുമായി അഡ്രസ്സ് തിരുത്തലുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലർ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പ് വാങ്ങണമെങ്കിൽ പല മേഖലയിലും പോയി തേടേണ്ട സാഹചര്യം. ഒന്ന്, ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തി. രണ്ട്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പൊതുവേദികളിൽ പ്രസംഗിക്കുന്ന വ്യക്തി. നാടിൻ്റെ ആവശ്യങ്ങൾക്ക് എത്തുന്ന സ്ഥാനാർത്ഥിയായിരിക്കണം. അതാണ് ഇന്ന് നമ്മൾ വീട് കയറുമ്പോൾ പറയുന്നത്. നാടിനറിയുന്ന, നാട്ടിൻ്റെ വിഷമങ്ങൾ അറിയുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ നമ്മോട് പറയുന്നത്. ഇത് മുസ്ലിം ലീഗിൻ്റെ മാത്രമുള്ള പ്രവർത്തകരല്ല ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ നാട്ടിലെ ജനങ്ങളാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പിന്തുണ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വിമത സ്ഥാനാർത്ഥി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് പറയേണ്ടി. തീർച്ചയായിട്ടും ഒരിക്കലും പറയാം. വിമത സ്ഥാനാർത്ഥി എന്നുള്ളൊരു വിഷയം അവിടെ വരുന്നില്ലല്ലോ. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളെ ജില്ലാ കമ്മിറ്റിയുമായിട്ടാണ്. ജില്ലാ കമ്മിറ്റിനോടാണ് ഞങ്ങൾ സീറ്റിന് ആവശ്യപ്പെടുന്നത്. ജില്ലാ കമ്മിറ്റി സീറ്റ് തരാത്തതിൻ്റെ പേരിലാണ് ഇവിടെയുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായിട്ട് എടുത്തിട്ടുള്ള തീരുമാനം. അപ്പോൾ അതെങ്ങനെയാണ് റിവൽ സ്ഥാനാർത്ഥിയാകുന്നത്, അല്ല വിമത സ്ഥാനാർത്ഥിയാകുന്നത്? മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നല്ലോ. ഇപ്പോൾ ഈ റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ മുഴുവനും ഇവിടെ വന്ന് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഈ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാരാണല്ലോ. അതാണല്ലോ അവർ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ റിജിൽ മാക്കുറ്റി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ലേബിളിലാണ്. ഈ കോൺഗ്രസിൻ്റെ ലേബിളിൽ റിജിൽ മാക്കുറ്റി മത്സരിച്ച് കഴിഞ്ഞാൽ റിജിൽ മാക്കുറ്റി ഇവിടെ വന്നിട്ട് ലീഗിന് പ്രവർത്തിക്കുമോ? റിജിൽ മാക്കുറ്റി പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ടല്ലേ, മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമോ? ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. അല്ല, എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ യാദൃശ്ചികമായി കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ റിജിൽ മാക്കുറ്റി എന്ന് പറയുന്നത് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, UDF-ൻ്റേതല്ല എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. കാരണം UDF-ലെ പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഭൂരിപക്ഷം അണികളുടെയും വികാരം അത് റിജിൽ മാക്കുറ്റിക്കെതിരാണ്. അവർ മുഹമ്മദ് അലിയുടെ ഒപ്പമാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഞങ്ങളിൽ നിന്ന് 1-2 പേരെ അടർത്തിയെടുത്തും കൊണ്ട് അവരിവിടെ ഒരു UDF ലേബിൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ഏതായാലും ഒരു ശക്തമായിട്ടുള്ള മത്സരത്തിന് തന്നെയാണ് ആദികടലായി, കണ്ണൂർ കോർപ്പറേഷനിലെ ആദികടലായി ഡിവിഷനിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് അലിയോടൊപ്പം പ്രചരണത്തിന് വീട് കയറാനും മറ്റുമെല്ലാം തന്നെ ഈ പ്രദേശത്തുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരെല്ലാം തന്നെ പങ്കെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ആദികടലായിൽ നിന്നും ക്യാമറമാൻ മിഥുൻ ചാത്തോത്തിനൊപ്പം M. സന്തോഷ്.